മൂന്നാർ എടുത്തിട്ട് കടൽ തീരത്തേക്ക് എടുത്ത് വെച്ചെങ്ങനെയുണ്ടാവും? ആ മല മുഴുവൻ കടലിലാണ് നിൽക്കുന്നത് വിചാരിക്കട്ടെ. അതെ, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പുള്ളിക്കാരന്റെ ഫേവറേറ്റ് മോണ്ടിനീഗ്രോ കോട്ടോർ ബേയിലൂടെ ഒരു കിടിലൻ സ്പീഡ് ബോട്ട് റൈഡിലാണ്. ചുറ്റും ആകാശം മുട്ടയുള്ള വലിയ മലനിരകളും അതിന്റെ നടുക്ക് ഈ നീലക്കടലും ശരിക്കും ഒരു മായാലോകം പോലെ തോന്നും. ഇത് അവർ ലേഡി ഓഫ് ദ റോക്ക്. ശരിക്കും ഇതൊരു മനുഷ്യനിർമ്മിത ദ്വീപാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1452 രണ്ട് കടൽ യാത്രക്കാർക്ക് ഈ ഭാഗത്തുള്ള ഒരു പാറയിൽ നിന്ന് പരിശുദ്ധ മാതാവിന്റെ ഒരു ചിത്രം കിട്ടുന്നു. അതവർ കരയിലെ ഒരു പള്ളിയിൽ കൊണ്ടുവച്ചു. പക്ഷേ അവിടെ നിന്ന് ആ ചിത്രം അപ്രത്യക്ഷമായി. നാട്ടുകാർക്ക് ആ ചിത്രം പിന്നെയും ഈ കടലിലെ പാറക്കല്ലിന്റെ മുകളിൽ നിന്ന് കിട്ടുന്നു. അതൊരു അത്ഭുതമായി കരുതിയ നാട്ടുകാരും നാവികരും മുക്കുവരും ചേർന്ന് ഓരോ തവണ കടലിൽ പോയി തിരിച്ചു വരുമ്പോഴും ഇവിടെ വന്ന് കല്ലുകൾ കടലിലേക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് കല്ലുകളും പഴയ കപ്പലുകളുടെ അവശിഷ്ടങ്ങളും നിക്ഷേപിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാണുന്ന ദ്വീപ്. ഇന്നിവിടെ മനോഹരമായ ഒരു ചർച്ചും മ്യൂസിയവും ഉണ്ട്. ഇതൊരു വിചിത്രമായ ഗുഹയാണ്, സബ്മറൈൻ ടണൽ. യൂഗോസ്ലാവിയൻ ആർമിയുടെ കാലത്ത്, അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്തൊക്കെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ തങ്ങളുടെ യുദ്ധക്കപ്പലുകളും സബ്മറൈനുകളും ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പാറ തുറന്നുണ്ടാക്കിയ രഹസ്യ മിലിറ്ററി ബങ്കറാണിത്. ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു പരുക്കൻ മിലിറ്ററി വൈബാണ്. ഇവിടെ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരും. ഫേമസ് ജെയിംസ് ബോണ്ട് സിനിമയായ കാസിനോ റോയൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ കഥ നടക്കുന്നത് ഈ മോണ്ടിനീഗ്രോയിലാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം, ബ്ലൂ കേവ്. ഗുഹയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു മാന്ത്രിക വെളിച്ചം കാണാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുറത്തുനിന്നുള്ള സൂര്യപ്രകാശം ഗുഹയുടെ അടിത്തട്ടിലുള്ള വെള്ളത്തിലൂടെ പ്രതിഫലിച്ച് മുകളിലേക്ക് വരുമ്പോൾ വെള്ളത്തിന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ നിയോൺ ബ്ലൂ നിറം കിട്ടും. പ്രകൃതിയുടെ ഒരു മാജിക് തന്നെയാണിത്. വെള്ളത്തിൽ ചാടി നീന്താനുള്ള അവസരമുണ്ട്. ഞങ്ങൾ ചാടിയില്ല. ഞങ്ങളുടെ കൂടെ വന്ന അധീർക്ക് മാത്രം വെള്ളത്തിൽ ചാടി നീരാടി. എന്നാൽ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.